മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയാം. പക്ഷേ മക്കളുടെ സ്വത്തിൽ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യത്തിന് പലർക്കും ഉത്തരം അറിയില്ല. മകളാണോ മകനാണോ എന്നതനുസരിച്ച് നിയമത്തിൽ വ്യത്യാസമുണ്ട്. പിന്തുടർച്ചാവകാശ നിയമപ്രകാരം, പ്രത്യേകിച്ച് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ വരുത്തിയ പ്രധാന ഭേദഗതി പ്രകാരം ചില സാഹചര്യങ്ങളിൽ മാതാപിതാക്കളിലേക്ക് അവരുടെ മക്കളുടെ സ്വത്തുക്കൾ എത്തിച്ചേരും. നിയമപ്രകാരം മാതാപിതാക്കൾക്ക് മക്കളുടെ സ്വത്തിൽ സ്വയമേവ അവകാശമില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ സ്വത്ത് മാതാപിതാക്കളിലേക്ക് എത്തും. 2005 ഭേദഗതി ചെയ്ത ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അവിവാഹിതരായ മക്കൾ ദൗർഭാഗ്യവശാൽ രോഗം ബാധിച്ചോ അപകടത്തിൽപ്പെട്ടോ ഒക്കെ പെട്ടെന്ന് മരിച്ചാൽ അവരുടെ പേരിലുള്ള സ്വത്ത് വിൽപത്രം എഴുതിയിട്ടില്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് മാതാപിതാക്കളാണ്. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അവിവാഹിതനായ മകൻ അകാലത്തിൽ മരണമടഞ്ഞാൽ അമ്മയ്ക്കാണ് ഒന്നാം അവകാശിയായി മുൻഗണന. അച്ഛൻ രണ്ടാമത്തെ അവകാശിയായി കണക്കാക്കപ്പെടുന്നു. അമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ രണ്ടാമത്തെ അവകാശി എന്ന നിലയിൽ പിതാവിന്റെ അവകാശങ്ങൾ പ്രാബല്യത്തിലാകും. മരിച്ചയാൾ വിവാഹിതനാണെങ്കിൽ ഭാര്യയ്ക്കാണ് അവകാശം. മകൾ മരണത്തിന് മുൻപ് വിൽപത്രം എഴുതിയിട്ടില്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ മക്കൾക്കാണ് മുൻഗണന. രണ്ടാമതായി ഭർത്താവിനാണ് അവകാശം. അതിനുശേഷമേ മാതാപിതാക്കൾക്ക് അവകാശമുള്ളൂ. മകൾ അവിവാഹിതയാണെങ്കിൽ മാതാപിതാക്കൾക്കായിരിക്കും സ്വത്തിന്റെ അവകാശം.